കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ മരിച്ച 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ലീല, അമ്മുക്കുട്ടി, രാജൻ എന്നിവരുടെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ADM മുഹമ്മദ് റഫീഖിന്റെ സാന്നിധ്യത്തിൽ കൊയിലാണ്ടി പോലീസാണ് ഇൻക്വസ്റ്റ് നടത്തുന്നത്. മുഹമ്മദ് ഷഹീദും ഇംതിയാസും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ഷഹീദിലേക്ക്. ഷഹീദ്, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി, പോസ്റ്റ്മോർട്ടം ആരംഭിച്ചോ? ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേരുടെയും, ലീല, രാജൻ, അമ്മുക്കുട്ടി, അവരുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് തുടങ്ങിയിരിക്കുന്നത്. ADM സാന്നിധ്യത്തിലാണ് പരിശോധന നടത്തുന്നത്. ഏറ്റവും പ്രധാനമായും ഇൻക്വസ്റ്റ് നടപടികൾക്ക് പ്രാധാന്യമുണ്ട്. കാരണം ഈ മരണമുണ്ടായത് എങ്ങനെ, അവരുടെ പരിക്കുകളൊക്കെ ഏത് രീതിയിലുണ്ട് എന്നുള്ളതൊക്കെ പ്രാഥമികമായുള്ള പരിശോധന നമുക്ക് ഇൻക്വസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കുക. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള തുടക്കം നടപടികളാകുന്നുണ്ട് അകത്ത്. അതിനുള്ള ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൺസർവേറ്റീവ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായ ഉദ്യോഗസ്ഥ പ്രീതി, അവർ അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അവർ ഈ മോർച്ചറി പരിസരത്ത് ഇറങ്ങി. അതിന് ശേഷം ഇപ്പോൾ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അവരുടെ മൊഴിയെടുക്കണം, അവരെ കാണാനും മൊഴിയെടുക്കാനും ഒക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ ഈ നടന്ന സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് അവരെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ പോയിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുൻപോടെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഏറെക്കുറെ പൂർണ്ണമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മൃതദേഹം കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകും. അവിടെ മാവിൻ ചുവട് എന്ന പ്രദേശത്ത്, അവിടെ ഒരു സ്ഥലത്ത് പൊതുജനങ്ങൾ കാണാൻ വേണ്ടി ഒരു സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ പരിക്കേറ്റവർ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. 12 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. 2 പേരുടെ പരിക്ക് അല്പം സാരമുള്ളതാണ്, അല്ലെങ്കിൽ ഗൗരവത്തിലുള്ളതാണ്. തുടയെല്ലിനെ പൊട്ടി പരിക്കേറ്റ സാഹചര്യമുണ്ട്. അങ്ങനെ അവർക്ക് പ്രത്യേക പരിശോധനയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സയും ലഭ്യമാക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ സംഭവത്തിൽ എങ്ങനെയാണ് പരിക്കേറ്റതെന്ന ഒരു ചോദ്യം. ഈ പരിക്കേറ്റത് ഓട്ടത്തിനിടയിലാണ്, പക്ഷേ മരണപ്പെട്ടത്, അതിൽ സംശയമുള്ളത് ലീലയുടെ പരിക്ക്, മരണപ്പെട്ട ലീലയുടെ തലയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അത് ഓട്ടത്തിനിടയിൽ സംഭവിച്ചാണോ, അല്ലെങ്കിൽ അവിടെ ഊട്ടുപുര വീണ് തകർന്നപ്പോഴുണ്ടായ അപകടത്തിൽപ്പെട്ടതാണോ, അതല്ല ആന ഈ തിരക്കിനിടയിൽ ആന ഓടുന്നതിനിടെ ചവിട്ടേറ്റോ എന്നുള്ളൊരു സംശയം ഉണ്ട്. ഏതായാലും ഇക്കാര്യത്തിലെല്ലാം വ്യക്തത പ്രാഥമികമായും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷവും പിന്നീട് പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷവും മാത്രമേ മരണം അല്ലെങ്കിൽ ഏത് പരിക്കിൻ്റെ ആഘാതം എങ്ങനെയുള്ളതാണെന്നുള്ളൊക്കെയുള്ള സൂചനകളും വിവരങ്ങളും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അതിനുശേഷമുള്ള ഫലവും. ഏതായാലും ഇന്ന് 29ഓളം പേർ ഇന്നലെ പരിക്കേറ്റ് ആശുപത്രിയിലുണ്ടായിരുന്നു. അതിലിപ്പോൾ 14 പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. ബാക്കിയുള്ളവരെല്ലാം പരിശോധനയ്ക്ക് ശേഷം, പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലുമായി കഴിയുന്നുണ്ട്. ശരി ഷഹീദ്. ഇംതിയാസ് കരീം കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, നേരത്തെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കീർത്തി സംസാരിച്ചിരുന്നു മാധ്യമങ്ങളോട്. ഉച്ചയോടുകൂടി തന്നെ ADMുമായി ചേർന്ന് റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശങ്ങളടക്കം ഈ റിപ്പോർട്ടിൽ ഉണ്ടാവും എന്നും സൂചിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ്? മാത്രമല്ല, ഈ ഭൗതികദേഹങ്ങൾ അവിടെ പൊതുദർശനത്തിന് വയ്ക്കും മാവിൻ ചുവട് എന്ന പ്രദേശത്ത്, അതേപ്പറ്റിയും നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്. എപ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരുക്കങ്ങൾ, സജ്ജീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്? മൂത്തി, അതുതന്നെയാണ് മൂത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അപകടം നടന്ന ആ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് നേരത്തെ ഇവിടെ ഉദ്യോഗസ്ഥരെത്തി, സോഷ്യൽ ഫോറസ്ട്രി വിഭാഗമൊക്കെ എത്തി ഒരു പ്രാഥമിക പരിശോധന ഒക്കെ നടത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ആന ഇടഞ്ഞ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പലരെയും കണ്ട് ദൃക്സാക്ഷികൾ എന്ന രീതിയിൽ പലരുടെയും മൊഴികളും വനം വകുപ്പടക്കമുള്ളവർ എത്തി അതെല്ലാം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ വരവിൻ്റെ സമയത്താണ് ഈ പടക്കം പൊട്ടിച്ചതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വരവ് വരുന്ന, നമ്മൾ നേരത്തെയൊക്കെ ദൃശ്യങ്ങളിൽ കണ്ട ആ റോഡിൻ്റെ ഭാഗത്ത് വെച്ച് ഏകദേശം റോഡും അമ്പലവും ഉള്ളതൊരു ഏകദേശം 50 മീറ്റർ ദൂരം മാത്രമാണ്. ആ ദൂരപരിധിയിൽ വെച്ചാണ് പടക്കം പൊട്ടിക്കുന്നത്. ആ ദൂരപരിധിയിൽ തന്നെ ഈ 2 ആനകളും നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായും ഈ നാട്ടാല പരിപാലന ചട്ടം ഏതെങ്കിലും തരത്തിൽ ലംഘിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണമാണ് ഏറ്റവും ആദ്യം നടത്തുന്നത്. കാരണം ഈ ഉത്സവത്തിനൊക്കെ
രണ്ട് ആനകളെ നിർത്തുന്ന സമയത്ത് അതിനൊരു കൃത്യമായ അകലം വേണം എന്നതൊക്കെ ഈ ചട്ടത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പ്രാഥമികമായി ഈ നാട്ടുകാരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ തരത്തിലുള്ള നിയമങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് പലരും പറഞ്ഞത്. പക്ഷെ അതിലൊരു വിശദമായ അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവുക. അതിനപ്പുറം ഈ ആന ഇടയാൻ മറ്റെന്തെങ്കിലും പടക്കം പൊട്ടിച്ചതിനപ്പുറം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ ഈ ഉത്സവ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളോട് ചിലരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ ക്ഷേത്ര കമ്മിറ്റി യോഗങ്ങൾ, ഉത്സവവുമായി ബന്ധപ്പെട്ട യോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ എത്ര ആന വേണം എന്ന കാര്യത്തിലൊക്കെ ചർച്ച നടന്നിരുന്നു. പ്രധാനമായും 2 ആനകളെ ഉത്സവത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ 2-ൽ കൂടുതൽ ആനകൾ വേണമെന്ന ആവശ്യം ഒരു സമയത്ത് ഉയർന്നിരുന്നു. 1 ആന മതി എന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കൊക്കെ ശേഷമാണ് 2 ആനയെ ഉത്സവത്തിന് ആയിട്ട് ഉപയോഗിക്കാം എന്ന രീതിയിലേക്ക് ഇവരുടെ തീരുമാനമൊക്കെ എത്തുന്നത് എന്ന കാര്യവും നേരത്തെ തന്നെ ഇവിടെ ഈ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ വ്യക്തമായ കാര്യവുമാണ്. എന്തായാലും ഇതിൽ ഇനിയിപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ നേരെ എത്തിക്കുന്നത് കൊയിലാണ്ടിയിലെ തന്നെ കുറവങ്ങാട് മാവിൻ ചുവടിൽ ഇവരെ 3 പേരുടെയും പൊതുദർശനം ഒരുമിച്ചാണ് നടത്തുന്നത്. അവിടെ ആ പൊതുദർശനത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഈ 3 പേരുടെയും മരിച്ച ലീലയുടെയും അതുപോലെ തന്നെ രാജന്റെയും അമ്മുക്കുട്ടി അമ്മയുടെയും വീട്ടുവളപ്പിൽ തന്നെയാണ് ഇവരെയൊക്കെ സംസ്കരിക്കുന്നതും. ഈ രാജനൊരു റേഷൻ കടയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് രാജൻ എന്ന് പറയുന്നത്. രാജന്റെ സഹോദരനുമൊക്കെ ഒരുമിച്ചായിരുന്നു ഈ ഉത്സവം കാണാൻ വന്നിരുന്നത് എന്നൊക്കെ നമ്മളോട് അത്രയും ദുഃഖത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ അമ്മുക്കുട്ടി അമ്മയുടെയും ലീലയുടെയും ഒക്കെ ബന്ധുക്കളൊക്കെ വിദേശത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ പൊതുദർശനവും അത് കഴിഞ്ഞ് വൈകിട്ടോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കരിക്കും എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂത്തി.